അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ, അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. സഭയെ, തിരുസഭയെ, ദൈവത്തെ മറന്നിടല്ലേ. സഭയെ, പ്രിയ സഭയെ, യേശുവിനെ മറന്നിടല്ലേ. നമ്മെ വെട്ടിക്കളയാതെ നമ്മളോട് ക്ഷമിച്ച അവന്റെ ആ കരുണയെ ഓർത്ത് എല്ലാ വായ്കളും തുറന്ന്, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ആലോചന പ്രകാരം നടത്തപ്പെട്ട നാഷണൽ പ്രയർ കോൺഫറൻസ് ഓഗസ്റ്റ് മാസം 18, 19, 20 തീയതികളിൽ ഷാർജ വർഷിപ്പ് സെന്ററിന്റെ മെയിൻ ഹാളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനുഗ്രഹീതരായ ദൈവദാസന്മാർ കടന്നു വന്ന് ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിപ്പാനിടയായി. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ, ഡോക്ടർ ജോൺസൺ ഡാനിയൽ USA, പാസ്റ്റർ ബിനോയ് എബ്രഹാം UK, പാസ്റ്റർ ബിജി അഞ്ചൽ എന്നീ ദൈവദാസന്മാർ കൊലോസ്യ ലേഖനം 4:12 ആസ്പദമാക്കി പ്രാർത്ഥനയിൽ പോരാടുക എന്ന വിഷയത്തെ വളരെ ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിപ്പാനിടയായി. ആ മീറ്റിംഗിൽ കർത്താവിന്റെ ദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനിടയായി. ഡോക്ടർ ബ്ലസൻ മേമന, ബ്രദർ രൂപോസ് കുര്യാക്കോസ്, പാസ്റ്റർ ജയലാൽ ലോറൻസ്, ബ്രദർ ബിജു അടിമാലി എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. അവിടെ നടന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദിയുണ്ട്. തുടർന്നും ഈ സന്ദേശങ്ങൾ DVD-യിലൂടെ, യൂട്യൂബിലൂടെ, ഹാർവസ്റ്റ് TVയിലൂടെ കാണുന്ന നിങ്ങൾക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അതൊരു അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. സ്വർഗം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല.
പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവിടെ ത്രിത്വം മറച്ചു പിടിക്കാൻ പത്രോസ് ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ഈ 2 വാക്യത്തിനകത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ പത്രോസ് കൊണ്ടുവന്നു. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന എന്ന വാക്കും പിതാവും പുത്രനും അതിനകത്ത് വന്നിട്ടുണ്ട്. ത്രിത്വോപദേശം ബൈബിളിൽ ഉണ്ട്. അതൊഴിവാക്കിക്കൊണ്ടുള്ള യാതൊരു ഉപദേശത്തോടും യോജിക്കരുത്, അടുക്കരുത്. അപ്പോസ്തലന്മാർക്ക് ലജ്ജയില്ലായിരുന്നു പിതാവായ ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയാൻ. എങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ലജ്ജിക്കുന്നത്? ഓക്കെ. അദ്ദേഹം ഒരു മെസ്സേജ് അകത്ത് തിങ്ങിയിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. തുടക്കം തന്നെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത പോക്കാണ്. പിതാവായ ദൈവത്തിന് സ്തോത്രം. എന്തിനാ? യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചതിനാണ് സ്തോത്രം. യേശുക്രിസ്തുവിനെ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ 3 കാര്യം വന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്. ഇത്രയും ഇതിനകത്ത് വന്നു കഴിഞ്ഞു. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം, കരുണാധിക്യം, ഇത് പൗലോസ് പറയുന്നത് എഫേസ്യർ 2-ലാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ കരുണയാണ് നമ്മെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവന്നത്, ഈ വചനത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത്, ഈ പ്രത്യാശ നമുക്ക് തന്നത്. ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി, വേറൊന്നുമില്ല. അതെ, തന്റെ കരുണാധിക്യപ്രകാരം ദൈവത്തിന്റെ കരുണയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, അതിനു വേണ്ടിയാ നമ്മെ വീണ്ടും ജനിപ്പിച്ചത്, അതിനു വേണ്ടിയാ നമ്മളെ സ്ഥാനപ്പെടുത്തിയത്, അതിനു വേണ്ടിയാ നമ്മെ ചർച്ചിനകത്ത് കൊണ്ടുവന്നത്, അതിനു വേണ്ടിയാ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്, അതിനു വേണ്ടിയാ ഉപവാസ പ്രാർത്ഥന. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. ഇത് ലോക ഭാഷയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ലഭിച്ചത് ജനനത്തിലൂടെയാണ്. ഞാൻ ജനിച്ചപ്പോ തന്നെ എൻ്റെ അപ്പൻ്റെ സ്വത്തിൽ എനിക്ക് പങ്കുണ്ട്. അപ്പൊ ഭൂമിയിലെ അപ്പൻ്റെ സ്വത്തിന് ഭൂമിയിലെ മകന് അവകാശമുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ്റെ സമ്പത്തിന് വീണ്ടും ജനിച്ചവർക്ക് അവകാശമുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചു. ഭൂമിയിലെ ജനനം കൊണ്ട് ഭൂമിയിലെ സമ്പത്തിന് അവകാശിയായെങ്കിൽ സ്വർഗീയ ജനനം കൊണ്ട് സ്വർഗത്തിലെ സമ്പത്തിന് അവകാശിയാകുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കണം, അവകാശത്തിനായി തന്നെ, ആ തന്നേക്ക് അടിവരയിടണം. അതായത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ പെന്തിക്കോസി വരരുത്. പെന്തിക്കോസ് എന്നുള്ള ആ വാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു ഭാഷ പറയാം. സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ എന്തിനാ ഈ ഒരുപാട് പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഉപവസിക്കുന്നത്, എന്തിനാ വചനം പഠിക്കുന്നത്? ഏതെങ്കിലും ഒരു ചർച്ചിൽ കൂടി അങ്ങ് പോയാൽ പോരെ, മരിക്കുമ്പം കുടിച്ചിട്ടാ പോരെ. പിന്നെ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ഇതിനേക്കാൾ നല്ലത് വേറെ പലതും ഉണ്ട്. ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇതിനേക്കാൾ നല്ല വേറെ പുസ്തകങ്ങളുണ്ടെന്ന് എൻ്റെ വിശ്വാസം. എന്നാൽ സ്വർഗത്തിൽ പോകാൻ വേറെ ബുക്കില്ല.
വേറെ ഒരു ബുക്കും ഇല്ല. സ്വർഗത്തിൽ പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരൊറ്റ ഗൈഡേ ഉള്ളൂ, അതിതാണ്. സ്വർഗത്തിൽ പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരാത്മാവേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. ബാക്കി എല്ലാ പുസ്തകങ്ങളും, ബാക്കി എല്ലാ സ്പിരിറ്റും, ബാക്കി എല്ലാ റിലിജനും നമ്മളെ ഭൂമിയിലിട്ട് കറക്കിയിട്ട് നരകത്തിലെത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമായ ബൈബിൾ നമ്മെ സ്വർഗത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം. ഞാൻ ഇന്ന് സഹോദരൻ ഷാജിയായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു. മരിക്കുന്നത് ലാഭമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു കൈവക്കാൻ ഞാനൊരു മീറ്റിംഗിൽ ചോദിച്ചു. ആരും കൈവക്കിയില്ല. മരിക്കുന്നത് ലാഭമെന്നൊക്കെ പറയാൻ ഇങ്ങനെ പൗലോസ് പാവം പുള്ളി പറഞ്ഞെന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റുമോ? മരിക്കുന്നത് ലാഭമാകണമെങ്കിൽ മരണത്തിനപ്പുറം എന്തോ ഉണ്ട് അല്ലേ? അത് പൗലോസ് കണ്ടു, നമ്മൾ കണ്ടില്ല. അതതിന്റെ കാര്യം. അപ്പൊ വാസ്തവത്തിൽ അതാണ് നമ്മുടെ കണ്ണ് തുറക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ കണ്ണ് തുറക്കേണ്ടത്. അവിടെ കണ്ണ് തുറന്നാൽ മരണഭീതി മാറിപ്പോകും. മരണഭീതി മാറിയാൽ തന്നെ നമ്മൾ വിജയിച്ചു. മരണഭീതി മാറിയാൽ പിന്നെ വയറ്റി വേദന വന്ന ഉടനെ ക്യാൻസർ ആണോ എന്നാ പേടി. കാരണം എവിടെ ചെന്നാലും ഇപ്പൊ പെട്ടെന്ന് ക്യാൻസർ എന്നാ റിപ്പോർട്ട്. ഇങ്ങനെ ആളുകൾ ഈ പ്രാർത്ഥിക്കുന്നത് പോലും ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാനാ. അതൊക്കെ കിട്ടും, പക്ഷെ പിന്നെയും വരും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തോണം. മരണത്തെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാ ദൈവത്തിന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. മരണത്തെ അതിജീവിക്കുന്ന ഒരു അഭിഷേകമാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ വൈകിയ വേളയിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ധാരാളം ആളുകൾ വചനത്തിന് വേണ്ടി കൊതിയോടെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നോട് ചേർന്നെന്ന് പറഞ്ഞ്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത അവകാശത്തിനായി എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. രണ്ട് സത്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ കാണണം. ഒന്ന്, സ്വർഗത്തിലെ അവകാശത്തിൽ പ്രവേശിക്കാൻ വീണ്ടും ജനനം അത്യാവശ്യം. ആമേൻ. രണ്ടാമത്തെ സത്യം, വീണ്ടും ജനിക്കുന്നത് സ്വർഗീയ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. സ്വർഗത്തിലെ അവകാശം പ്രാപിക്കാൻ വീണ്ടും ജനനം അത്യാവശ്യം. ഈ വീണ്ടും ജനിച്ച കൂട്ടത്തിൽ നിങ്ങൾ കൂടുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമായിരിക്കട്ടെ, മറ്റൊന്നിനും ആകാതിരിക്കട്ടെ. മറ്റൊന്നിനും ആകാതിരിക്കട്ടെ. മറ്റൊന്നിനും ആകാതിരിക്കട്ടെ. മറ്റൊന്നിനും ആകാതിരിക്കട്ടെ. മറ്റൊന്നിനും ആകാതിരിക്കട്ടെ. ഇത് പറയുമ്പോ ഇച്ചിരി വിഷമം പിള്ളേർക്ക് വരും. എന്തെങ്കിലുമൊക്കെ ഭൗതിക കാര്യങ്ങൾ, പരീക്ഷയുടെ കാര്യം, ജോലിയുടെ കാര്യം, ഇന്റർവ്യൂവിന്റെ കാര്യം, വണ്ടിയുടെ കാര്യം, വീസയുടെ കാര്യം, ഇതൊക്കെ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തെറ്റുണ്ടോ പാസ്റ്ററെ? നിങ്ങള് ഇന്റർനെറ്റിലൊക്കെയുള്ള ബൈബിൾ ക്ലാസ് എടുത്ത് കേട്ട് നോക്ക്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങള്. ഇന്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കാം, കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, തലമുറ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നിങ്ങളുടെ അകത്ത് നിത്യത തെളിഞ്ഞാൽ പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് വലിയ കാര്യമല്ലാതെ വരും. അതിന് ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ചേർന്ന് പറഞ്ഞാട്ടെ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, തേജസ് വിചാരിച്ചാൽ, വിചാരിക്കരുത്. വിചാരിച്ചു പോയാലുണ്ടല്ലോ പിന്നെ ഇവിടുത്തെ ഒന്നും വിചാരിക്കാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് വിചാരിച്ചാൽ പിന്നെ ഇവിടുത്തെ കഷ്ടവും സാരമില്ല, ഇവിടുത്തെ നേട്ടവും സാരമില്ല, ഇവിടുത്തെ ഒന്നും സാരമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു നല്ല ഡയറി കിട്ടിയില്ലേ? ഒരു പാട്ടിന്റെ 2 ലൈനൊന്ന് എഴുതിക്കേ. പേനായി ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടി. എന്നാ നല്ല പേനായ സോദരം. എന്നെന്റെ യാത്ര തീരും, അന്നെന്റെ വീട്ടിൽ ചേരും. എഴുതിക്കോ. എന്നെന്റെ യാത്ര തീരും,
അന്നെന്റെ വീട്ടിൽ ചേരും. ഇന്നിന്റെ നഷ്ടമെല്ലാം അന്നെന്റെ ലാഭമാകും പ്രാണപ്രിയനെ കാണുമ്പോൾ. ഇന്നിന്റെ നഷ്ടമെല്ലാം അന്നെന്റെ ലാഭമാകും പ്രാണപ്രിയനെ കാണുമ്പോൾ. എന്നെന്റെ യാത്ര തീരും, അന്നെന്റെ വീട്ടിൽ ചേരും. ചേർന്ന് പാടിയാട്ട. എന്നെന്റെ യാത്ര തീരും. ചേർന്ന് പാടാം. എന്നെന്റെ യാത്ര തീരും, അന്നെന്റെ വീട്ടിൽ ചേരും. ഇന്നിന്റെ നഷ്ടമെല്ലാം അന്നെന്റെ ലാഭമാകും പ്രാണപ്രിയനെ കാണുമ്പോൾ. ഹല്ലേലൂയ. ഇന്നിന്റെ നഷ്ടമെല്ലാം അന്നെന്റെ ലാഭമാകും പ്രാണപ്രിയനെ കാണുമ്പോൾ. എത്ര നല്ലവൻ യേശു, എത്ര വല്ലഭൻ യേശു. എല്ലാവർക്കും നല്ലവൻ, എപ്പോഴും നല്ലവൻ, എല്ലാറ്റിലും നല്ലവൻ. ഹല്ലേലൂയ. എല്ലാവർക്കും നല്ലവൻ, എപ്പോഴും നല്ലവൻ, എല്ലാറ്റിലും നല്ലവൻ. പേനായി ഡയറി ഒന്ന് മടിയിലോട്ട് വെച്ചിട്ട് കൈയടിച്ചൊന്ന് പാടിക്കേ. എന്നെന്റെ യാത്ര തീരും, അമ്മന്റെ വീട്ടിൽ ചേരും. എന്നെന്റെ യാത്ര തീരും, അമ്മന്റെ വീട്ടിൽ ചേരും. ഇന്നിന്റെ നഷ്ടമെല്ലാം അന്നെന്റെ ലാഭമാകും പ്രാണപ്രിയനെ കാണുമ്പോൾ. ഹല്ലേലൂയ. ഇന്നിന്റെ നഷ്ടമെല്ലാം അന്നെന്റെ ലാഭമാകും പ്രാണപ്രിയനെ കാണുമ്പോൾ. എത്ര നല്ലവൻ യേശു, എത്ര വല്ലഭൻ യേശു. എല്ലാവർക്കും നല്ലവൻ, എപ്പോഴും നല്ലവൻ, എല്ലാറ്റിലും നല്ലവൻ. ഹല്ലേലൂയ. എല്ലാവർക്കും നല്ലവൻ, എപ്പോഴും നല്ലവൻ, എല്ലാറ്റിലും നല്ലവൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ട് കാര്യം. വീണ്ടും ജനനത്താലേ സ്വർഗത്തിലെ നിക്ഷേപം കിട്ടത്തുള്ളൂ. സ്വർഗത്തിലെ നിക്ഷേപം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ജനിച്ച കൂട്ടത്തിൽ പോയിട്ട് കാര്യമില്ല. ഭൗതിക കാര്യങ്ങൾ കർത്താവ് തരും. കർത്താവ് നല്ലവനല്ലേ, കർത്താവ് തരാതിരിക്കുവോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനം എന്ത്, വീണ്ടും ജനനം എങ്ങനെ എന്നൊന്ന് പറഞ്ഞു തരണ്ടേ? പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനം എന്ന് പറയുന്നത് സ്നാനമല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് ബൈബിൾ വായനയല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ള ഉടുപ്പിടുന്നതല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് സഭ മാറുന്നതും അല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് സുവിശേഷ വേലയ്ക്ക് പോണതും അല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് പിന്നെ എന്താ? നമുക്ക് വേദപുസ്തകത്തിലൂടെ ഒന്ന് നോക്കാം. നമുക്ക് അറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബൈബിളിൽ തൊട്ട് കാണിക്കാം. കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 1:14 എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതിരിക്കേണ്ടതിന് ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തെഫാനോസിന്റെ ഭവനക്കാരെ ഞാൻ സ്നാനം കഴിപ്പിച്ചു, അല്ലാതെ വല്ലൊരു സ്നാനം കഴിപ്പിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിക്കാൻ അത്ര ഞാൻ വന്നത്. ഇനി 4-ാം അധ്യായം 1 കൊരിന്ത്യർ 4-ാം അധ്യായം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ഞാനല്ലയോ നിങ്ങളെ ക്രിസ്തുയേശുവിൽ ഞാനല്ലയോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഈ 2 വാക്യങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു സത്യം ഗ്രഹിക്കാം. കൊരിന്തിലെ ഈ സഭയിലെ മുഴുവൻ പേരെയും വീണ്ടും ജനിപ്പിച്ചത് പൗലോസ. പക്ഷെ സ്നാനപ്പെടുത്തിയ പൗലോസല്ല. ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക. അപ്പൊ പൗലോസ് നടത്തിയ സുവിശേഷീകരണ പ്രവർത്തനത്താലാണ് ഇവർ വീണ്ടും ജനനം പ്രാപിച്ചത്. പക്ഷെ സ്നാനം പുള്ളിയല്ല നടത്തിയത്. അതെന്താ?
അതും ഒരു വലിയ പ്രശ്നമായെന്ന്. ഈ വ്യക്തിപൂജ പെട്ടെന്ന് തുടങ്ങും. ആരെങ്കിലും ദൈവസന്നിധി പ്രയോജനപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ അവരുടെ പേരിൽ ഒരു സഭ. ഇതാണ് ഒരു പ്രശ്നം. പിന്നെ അവരെ ആരാധനയിലേക്ക് വരിക, അത് പിന്നെ തല്ലി ഉടയ്ക്കാൻ വേണ്ടി ദൈവം എന്തേലും വേറെ വഴി കൊണ്ടുവരും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കാലങ്ങളായിട്ട്. സ്തോത്രം. നമ്മളെ ആരെങ്കിലും കണ്ടമാനം ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ വെറുക്കാനുള്ള വഴി ദൈവം തന്നെ കൊണ്ടുവരും. എന്തിനാണെന്നറിയാവോ? നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്തോത്രം. കഠിനമായി നമ്മളെ ആരാധിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ കഷ്ടകാലം ആരംഭിച്ച് നോർത്താൽ മതി. അവര് തന്നെ നാളെ പറയും അവനെ ക്രൂശിക്കാന്ന്. പൗലോസ് പറഞ്ഞ് എന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ സ്നാനം ഇപ്പൊ നടത്തുന്നില്ല. ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുകയാണ്, ആരെവിടെ രക്ഷിക്കപ്പെട്ടാലും പൗലോസ് വന്നിട്ടേ സ്നാനപ്പെടുകയുള്ളൂ. 2, 3, 4 കൊല്ലം 5 കൊല്ലം കാത്തിരിക്കുക. പൗലോസ് പാസ്റ്റർ വന്നിട്ടേ ഞാൻ സ്നാനപ്പെടുന്നുള്ളൂ. അവിടെ തന്നെ ഉപദേശം തെറ്റി. ആ സ്നാനത്തിന്റെ അർത്ഥത്തിൽ നിന്ന് പോയി സ്നാനപ്പെടുത്തുന്ന വ്യക്തിയിലേക്ക് പോയി കാര്യം. സ്നാനത്തിന്റെ അർത്ഥത്തെക്കാൾ സ്നാനപ്പെടുത്തുന്ന വ്യക്തിയിലേക്ക് പോയി. അപ്പൊ ആരാധന പോയി കഴിഞ്ഞു. അവിടെ തന്നെ തെറ്റി. എന്നാലും നമുക്കൊരു ബഹുമാനമൊക്കെ ഉള്ളവരെ കൊണ്ട് നടത്തിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുവേണ്ടി 2-3 കൊല്ലം കാത്തിരുന്നാലോ? അങ്ങനെ ഒടുവിൽ പൗലോസ് പ്രഖ്യാപിച്ചു, ഇനി ഞാൻ ആരെ സ്നാനപ്പെടുത്തുകയില്ല. അപ്പൊ പിന്നെ ആരെ കൊണ്ടേലും സ്നാനപ്പെടുത്തിയേക്കാവുന്നായി. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ ആരെ സ്നാനപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങളെ എല്ലാവരെയും വീണ്ടും ജനിപ്പിച്ചു. എന്ത് മനസ്സിലാക്കാം? വീണ്ടും ജനനം സ്നാനമല്ല. സ്നാനം കൊണ്ടല്ല വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനനം പിന്നെ എങ്ങനെയാ? ഇവിടെ വായിച്ചല്ലോ, ക്രിസ്തുയേശുവിൽ സുവിശേഷത്താൽ ഞാനല്ലയോ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ ഞാനല്ലയോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. സുവിശേഷത്താൽ ഉള്ള ജനനമാണ് വീണ്ടും ജനനം. സുവിശേഷത്താലുള്ള ജനനമാണ് വീണ്ടും ജനനം. സുവിശേഷത്താലുള്ള ജനനമാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷം നമ്മുടെ അകത്ത് വരുത്തുന്ന രൂപാന്തരം. ആ രൂപാന്തരത്തോടുകൂടെ നാം ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നു. പെട്ടെന്ന് വാക്യങ്ങൾ കാണിക്കാം. ഇതുപോലെ കൂട്ടായ്മ എപ്പോഴും കിട്ടത്തില്ല. ശ്രദ്ധിച്ചേ, വചനത്തിന്റെ ബേസ് നമുക്ക് കിട്ടിയേ പറ്റൂ. ഫിലമോന്റെ ലേഖനം, കൊച്ചു ലേഖന, സൂക്ഷിച്ച് മറിച്ചില്ലേ കിട്ടുകയില്ല. ഒറ്റ പേജ് പോയാൽ പിന്നെ ആ ബുക്ക് ഇല്ല. അതുകൊണ്ട് 223 പേജ്, 223 പേജ് സാധാരണ ബൈബിൾ ആണെങ്കിൽ. ഫിലമോന്റെ ലേഖനം 1-ാം അധ്യായം, ഒറ്റ അധ്യായം ഉള്ളൂ, അധ്യായം ഇല്ല. അപ്പൊ ആ ലേഖനത്തിന്റെ 10-ാം വാക്യം, തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിച്ചത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസ്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസ്. ഈ ജനനം വീണ്ടും ജനനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസ്. എന്തൊരു ബന്ധമാ! അടുത്ത വാചകം, എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ നിന്റെ അടുക്കലേക്ക് അയക്കുന്നു. പ്രാണപ്രിയന. ആത്മീയ ബന്ധം വലിയ ബന്ധമാ. ആത്മീയ ബന്ധം ആഴമുള്ള ബന്ധമാ. വെറും അഭിനയമല്ല. ജയിലിൽ വെച്ച് ഒരു ക്രിമിനലിനെ സുവിശേഷത്താൽ രൂപാന്തരത്തിലേക്ക് നയിച്ചു പൗലോസ്. പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ മനുഷ്യ രൂപപ്പെടുത്തുന്ന ജോലിയാ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഓർഡിനേഷൻ വേണ്ട. അതിന് നിങ്ങൾക്ക് സുവിശേഷത്തിന്റെ ഒരു വെളിപ്പാട് കിട്ടിയാൽ മതി. ജയിലിൽ വെച്ചും പറ്റും, കാറെ വെച്ച് പറ്റും, ബസ്സേ വെച്ച് പറ്റും, പ്ലെയിനെ വെച്ച് പറ്റും, ജോലി സ്ഥലത്ത് വെച്ച് പറ്റും. എങ്ങനെയെങ്കിലും ഒരുത്തന്റെ ഉള്ളിൽ സുവിശേഷത്തിന്റെ വിത്തിട്ടാൽ അവൻ നിത്യതയുടെ ആളായി മാറുകയാണ്. സ്തോത്രം. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസ്. ഒനേസിമോസ് ഇപ്പൊ ജയിലിലാണ്. പൗലോസ് ജയിലിലാണ്. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു എന്ന കുറ്റത്തിന് ജയിലിൽ വന്നിരിക്കുന്നു. ഒനേസിമോസ് വേറെ ഏതോ കുറ്റത്തിന് ജയിലിൽ വന്നിരിക്കുന്നു. പൗലോസിന് ഒനേസിമോസിനെ മുൻപരിചയമുണ്ട്. ഫിലെമോന്റെ വീട്ടിലെ സെർവന്റ് ആയിരുന്നു. ആ മുൻപരിചയം വെച്ച് അവനുമായിട്ട് സംസാരിച്ചു. ഒരു പാസ്റ്ററുടെ വീട്ടിലായിരുന്നു ഇവൻ നിന്നത്. ആ വീട്ടിൽ ഒരു സഭായോഗം നടന്നിരുന്നു. സഭായോഗം നടന്നെങ്കിൽ സൺഡേ സ്കൂൾ നടന്നു എന്ന് ഞാൻ പറയുന്നു. സൺഡേ സ്കൂൾ നടന്നെങ്കിൽ PYP ഉണ്ടെന്ന് ഞാൻ പറയുന്നു. PYP ഞങ്ങളുടെ ഒരു ഭാഷ അങ്ങ് പറഞ്ഞതാ. മൊത്തത്തിൽ പറഞ്ഞ യൂത്ത് മീറ്റിംഗും ഉണ്ടായിരുന്നു. അപ്പൊ ചിൽഡ്രൻസ് മീറ്റിംഗും യൂത്ത് മീറ്റിംഗും സഭായോഗവും ഉപവാസ പ്രാർത്ഥനയും നടന്നു ഫിലെമോന്റെ വീട്ടിൽ. എന്തുകൊണ്ട്? അവിടെ ചർച്ച ഉണ്ടായിരുന്നു.
എന്നിട്ടും ഈ ചെറുക്കൻ മാനസാന്തരപ്പെട്ടില്ല. ഞാൻ ഇനി ഭാവന പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തെ താലന്ത് പരിശോധനയിൽ ഇവനായിരുന്നിരിക്കണം ഫസ്റ്റ്, പക്ഷെ ഇവൻ വീണ്ടും ജനിച്ചില്ല. അതെന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട്, നേരിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ. പിന്നെ മത്സര സമയത്തുള്ള ആവേശം കാണണം. അവർ കോപ്പി അടിച്ചിട്ടാണെങ്കിൽ ഫസ്റ്റ് ആവും. സ്വർഗത്തിൽ പോകുന്നത് പിന്നെയല്ലേ, ഇവിടെ വെച്ച് നമുക്കൊരു കപ്പ് മേടിക്കണം. അതെ, പലതിനകത്തും ഇൻവോൾവ്ഡാ, പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ല, ചത്തിട്ടില്ല. പഴയ മനുഷ്യൻ ചത്തിട്ടില്ല, രൂപാന്തരം വന്നിട്ടില്ല. ചർച്ചിലെ മെമ്പറാ, ആക്ടിവിറ്റീസ് ഉണ്ട്, കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, വളരെ സജീവമാ. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ യേശു ഇല്ലെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് വീണ്ടും വീണ്ടും മിനുക്കി മിനുക്കി നന്നാക്കി കൊണ്ടുപോകാമെന്നാണോ നമ്മൾ ധരിക്കുന്നത്? അല്ല, ഇവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇവനിൽ വീണ്ടും ജനനം ഉണ്ടാകണം. പൗലോസ് ഇവനോട് സംസാരിച്ചു, മോനെ നീ എങ്ങനെ ഇവിടെ വന്നേ? ഓ, എന്റെ അച്ഛാ ഒന്നും പറയണ്ട. അപ്പൊ നീ ചർച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ശരിയാ. നീ പിന്നെ എന്താ കാണിച്ചേ? അതൊക്കെ പല കാര്യമുണ്ട്, അതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവൻ പറയുന്നത് ഫിലമോനെ കുറ്റം പറയുക. അതാ വീണ്ടും ജനിക്കാത്തവന്റെ പ്രശ്നം. അവൻ അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ, വേറൊന്നും പറയാൻ ഒക്കത്തില്ലല്ലോ. അവൻ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുക. പൗലോസ് അവനോട് കൂടുതലൊന്നും പറഞ്ഞില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, കർത്താവിന്റെ കാൽവറിയെ കുറിച്ച് പറഞ്ഞു. ജയിലിനകത്ത് അവൻ മുട്ടുകുത്തി യേശുവിനെ സ്വീകരിച്ചു. യേശുവിനെ ഒരുത്തൻ സ്വീകരിച്ച കണ്ടാൽ അറിയാം. നോക്കൂ, വാക്യത്തിലേക്ക് നോക്കൂ, വാക്യം 11. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. സ്തോത്രം. ഇതാ വീണ്ടും ജനനം. മുമ്പേ അവൻ തൊഴിൽ ദാതാവിന് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഉപദേശിക്കും പ്രയോജനമില്ലാത്തവനായിരുന്നു, പക്ഷെ ചർച്ചിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ തൊഴിൽ ദാതാവിന് പ്രയോജനമുള്ളവനാണ്, സഭയ്ക്ക് പ്രയോജനമുള്ളവനാണ്, കുടുംബത്തിന് പ്രയോജനമുള്ളവനാണ്. വീണ്ടും ജനനം ഒരുത്തലും സംഭവിച്ചാൽ രാജ്യത്തിന് നല്ലതാ, സമൂഹത്തിന് നല്ലതാ, കുടുംബത്തിന് നല്ലതാ, ചർച്ചിന് നല്ലതാ. വീണ്ടും ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചാൽ അവന് വേണ്ടി പിന്നെ കോടതിയിൽ ഒരു പൈസ ചെലവാക്കണ്ട, അവന് വേണ്ടി പിന്നെ പോലീസുകാർ കഷ്ടപ്പെടണ്ട, അവന് വേണ്ടി പിന്നെ ആരും കഷ്ടപ്പെടണ്ട. വീണ്ടും ജനം റിയൽ ആയിട്ട് ഒരുത്തിന് സംഭവിച്ചാൽ അവന് വേണ്ടി പിന്നെ ആരും ഒന്നും മുടക്കണ്ട. അവന്റെ ഉത്തരവാദിത്വം സ്വർഗം ഏറ്റെടുത്തു കഴിഞ്ഞു. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് ഗ്യാരണ്ടി പറയുക, അവൻ ഇനിയും മുതൽ നിനക്ക് പ്രയോജനമുണ്ട്. വീണ്ടും ജനിച്ചവനെ ജോലിക്കെടുത്താൽ എങ്ങനെയുണ്ട്? കൂടെ കൂടെ ലീവ് എടുത്ത് യോഗത്തിന് പോകാന്ന് പറഞ്ഞു പോകും. സ്തോത്രം. ഇവിടുത്തെ കാര്യം എനിക്കറിയാൻ മേല. എനിക്കറിയാവുന്ന ഒരാള് പാസ്റ്റർ ജോലിക്ക് 1-2 ഒഴിവുണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? വിശ്വാസികളിൽ നിന്ന് വേണ്ട. അതെന്നാ ബ്രദറെ, അവരെ വരുമ്പോ ഒക്കെ നല്ല കാര്യമൊക്കെ പറയും, കുറച്ച് കഴിയുമ്പോ അവർക്ക് കൂടെ കൂടെ ലീവ് എടുക്കണം. അവർക്ക് മീറ്റിംഗ്. അങ്ങനെ പറ്റത്തില്ല കേട്ടോ, അങ്ങനെ പറ്റത്തില്ല. നിങ്ങൾ ജോലിയൊക്കെ രാജിവെച്ചു, അതായിരിക്കും നല്ലത്. നിങ്ങൾ വീണ്ടും ജനിച്ച ആളാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിക്ക് നിങ്ങൾ നല്ലവനായിരിക്കണം. അയാൾ കമ്പനി നടത്തുന്നത് അയാൾ ഒരു ലാഭം ഉണ്ടാക്കാനല്ലേ. നിനക്ക് ജോലി തന്നത് എന്തിനാ? അവിടെ പ്രയോജനം കിട്ടാനും കൂടിയല്ലേ. നിനക്ക് പ്രയോജനം കിട്ടാൻ മാത്രമല്ലല്ലോ. അപ്പൊ വീണ്ടും ജനിച്ചവൻ അവനെല്ലാം പ്രയോജനമായിരിക്കണം. ഒരു തരം ഉഴപ്പന്മാരെ സൃഷ്ടിക്കാനാണോ നമ്മൾ ഈ വിശ്വാസികളെ വിളിച്ചു കൂട്ടുന്നത്? ഒരു കാര്യം ചൊവ്വേ ചെയ്യല, സമയത്ത് ഓഫീസിലും വരത്തില്ല, ഗ്ലോറി എന്ന് പറയുന്നതാണോ വീണ്ടും ജനനം? പ്രൈസ് ദി ലോർഡ് ജീസസ്. പൗലോസ് പറയുന്നത്, ഇനി ഇവനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് അവനെ കുറിച്ച് ഉറപ്പുണ്ട്, അവൻ എനിക്കും പ്രയോജനപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാ. യഥാർത്ഥത്തിൽ ഒരുവൻ വീണ്ടും ജനിച്ചാൽ അവനെ കുറിച്ച് ഗവൺമെന്റിന് പ്രയോജനമായിരിക്കും, അവൻ സമൂഹത്തിന് പ്രയോജനമായിരിക്കും. നിങ്ങൾ ഭൂമിയുടെ വെളിച്ചം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചർച്ചിൽ മാത്രം ഷൈൻ ചെയ്താൽ പോരാ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കേണ്ടത്, ചർച്ചിലല്ല. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ വക്രതയില്ലാതെ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ആമേൻ. അങ്ങനെ വേണ്ടി ജനനം എന്തെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോവാ.
ഇനി ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെ വീണ്ടും ജനിക്കുന്നത്? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വീണ്ടും ജനനം ഒന്ന് എൻജോയ് ചെയ്യണം, ഒന്ന് റിയലൈസ് ചെയ്യണം. പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്, പക്ഷെ ആ അനുഭവം പ്രാപിച്ചിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മറ്റൊരു രാജ്യത്തായിരുന്നു. അത് പറയാൻ വേണ്ടിയല്ല കേട്ടോ, ഒരു ഉദാഹരണം പറയാൻ വന്നപ്പോൾ പറഞ്ഞു പോയതാ, സോറി. ഒരു അമ്മച്ചി അനുഭവം പറയുക എന്നോട്, എൻ്റെ പാസ്റ്ററെ, ഞാൻ ചെറുപ്പം തൊട്ട് ഈ മർത്തോമ ചർച്ചിലും ഒക്കെ പോകുമായിരുന്നു. കാര്യം ഓർത്തഡോക്സുകാരാ ഞങ്ങളെങ്കിലും മർത്തോമക്കാരുടെ ഈ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. മർത്തോമ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി പിന്നെ കാനഡ വന്നപ്പോൾ എവിടെയാ പോകാൻ ഒരു പള്ളി നോക്കിയപ്പോൾ ഒരു ആംഗ്ലിക്കൻ ചർച്ച. അവിടെ ചെന്നിരുന്നു. അപ്പോഴേക്കും പ്രായമായ ഒരു അമ്മച്ചിയായി പറഞ്ഞു, 80 വയസ്സിനടുത്തുള്ള, 70 കഴിഞ്ഞൊരു അമ്മച്ചിയാണ് പറയുന്നത്. അവിടെ ചർച്ച ചെന്നിരുന്നപ്പോൾ അന്ന് വന്ന ഒരു സായിപ്പ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ച് പ്രസംഗിച്ചു. നിങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ രക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങി. ഈ 10-70 കൊല്ലം ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് നടന്നിട്ടും ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിച്ചിട്ടില്ല. ഞാൻ രക്ഷകനെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കാണും. ഇന്ന് എല്ലാ യോഗത്തിനും വരും, പക്ഷെ രക്ഷിക്കപ്പെട്ടെന്നൊരു ഉറപ്പ് കിട്ടാത്തവരുണ്ട്. ഇന്നത് മാറാൻ പോവുക. ഇന്ന് ഡയറിക്കകത്ത് എഴുതിക്കോണം, എൻ്റെ വീണ്ടും ജനനത്തിന്റെ ഡേറ്റ് ആണ് ഇന്നെന്ന്. ഞാൻ ചോദിച്ചു, അമ്മച്ചി ബാക്കി കൂടി ഒന്ന് പറഞ്ഞേ. സായിപ്പ് പ്രസംഗം കഴിഞ്ഞേച്ച് ഇന്ന് രാത്രി രക്ഷ സ്വീകരിക്കാനുള്ളവര് കൈപൊക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്ത് ചെയ്തു? എൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാ ചങ്കിടിക്കുന്നേ? അപ്പച്ചൻ പുറയിൽ ഇരിപ്പുണ്ട്. പുള്ളി കണ്ടാ എന്നാ എടുക്കും? അപ്പൊ എനിക്ക് കേൾക്കാൻ പിന്നെ മതിയായി. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്നാ ചെയ്തു? ഇപ്പൊ അമ്മച്ചി ഇത് കാണുന്നുണ്ടാവും അവിടെ ഇരുന്ന്. അതാ വേറൊരു പ്രശ്നം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനങ്ങ് വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ പിന്നെ ഒരു ഇച്ചിരി അങ്ങ് കൈ പൊക്കി. അങ്ങനെയാ നമ്മളൊക്കെ ഇത്ര ആയത് കേട്ടോ. ആദ്യം ഇച്ചിരി പൊക്കത്തുള്ളൂ. എന്ന മലയാളി ഉപദേശിമാർക്ക് മാത്രമേ ആ ടെക്നിക്ക് ഉള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. സായിപ്പ് എന്നാ പറഞ്ഞെന്നറിയോ? കൈ പൊക്കിയവരില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആദ്യം കൈ വെക്കാനേ പറയുള്ളൂ. അത്രയും ഉള്ളതോർത്തായി പൊക്കുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ പൊക്കിയവരില്ല എഴുന്നേക്കാൻ പറഞ്ഞു. 50 പേര് കൈ പൊക്കിയാൽ 20 പേരെ എഴുന്നേക്കുള്ളൂ. നമ്മൾ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്നതല്ലേ. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്ത് ചെയ്തപ്പച്ചി? ഞാൻ പേടിച്ച് എഴുന്നേറ്റിട്ട് ഞാൻ സൈഡിൽ കൂടി അപ്പച്ചൻ കാണുന്നുണ്ടോ നോക്കുമ്പോ അപ്പച്ചൻ എഴുന്നേറ്റ് നിൽക്കുക. ഓ, അങ്ങനെയൊന്നും ഭാഗ്യം എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ആ ഭാഗ്യം കിട്ടിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ളൊരു കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷ സ്വീകരിക്കുക എന്ന് പറയുന്നൊരു ഭയങ്കര അനുഭവം കേട്ടോ. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നൊരു ഭയങ്കര അനുഭവം. നിങ്ങൾ ഇത് വെറുതെ ഇവിടുന്ന് പോകരുതേ. ഇതെങ്ങനെയാ പ്രാപിക്കുന്നത്? എടുത്ത് 2 കൊരിന്ത്യർ 5 വേഗം കിട്ടിയവരുണ്ട്, വായിച്ചോ. 14. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതാരാ? വേറെ വല്ലവരും ഉണ്ടോ? ഉറപ്പാണോ? എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാ? തിരുവല്ലക്കാർക്ക് വേണ്ടി, പത്തനംതിട്ടക്കാർക്ക് വേണ്ടി ആണോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടും? എവിടെയൊക്കെ മനുഷ്യരുണ്ട് അവരെല്ലാം പെടും. അങ്ങനെയാണെങ്കിൽ അവരോടെല്ലാം ഈ മെസ്സേജ് പറയണ്ടേ? നിങ്ങൾക്ക് വേണ്ടിയും കൂടി യേശു മരിച്ചെന്ന് പറയണ്ടേ? അവര് എന്ത് വേണേ അവര് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പുച്ഛിച്ചാലും കളിയാക്കിയാലും പറയേണ്ടതല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയും മല കയറണ്ട, നിങ്ങൾ ഇനിയും വഴിപാടിടണ്ട, നിങ്ങൾ ഇനി ചുമട് ചുമക്കണ്ട, നിങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യണ്ട, പാപഭാരം നിമിത്തം നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് ഒരുത്തൻ മരിച്ചിട്ടുണ്ടെന്ന് എല്ലാവരോടും പറയേണ്ടതല്ലേ? ആ ഉത്തരവാദിത്വം നമുക്കല്ലേ ദൈവം തന്നത്? അതാ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരോടും ഞാൻ ചോദിക്കുന്നു, എല്ലാവർക്കും വേണ്ടി മരിച്ച വ്യക്തിയുടെ പേരെന്ന് ഉറക്കെ പറയാമോ? യേശു. ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ ലോകം മുഴുവൻ ഇത് കാണുന്നവരോട് ഞങ്ങൾ പറയുന്നു, പാപികൾക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് യേശു. പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായ ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് യേശു. മരണത്തെ ജയിച്ച് തനിയെ ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് യേശു. പാപമില്ലാതെ ജനിച്ച ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് യേശു. പാപമില്ലാതെ ജീവിച്ച ഒരുവനേ ഉള്ളൂ. അവന്റെ പേര് യേശു.
പാപികൾക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, അവന്റെ പേര് യേശു. ഉയർത്തെഴുന്നേറ്റ് ഒരുവനേ ഉള്ളൂ, അവന്റെ പേര് യേശു. മടങ്ങി വരുമെന്ന് പറഞ്ഞ ഒരുത്തനേ ഉള്ളൂ, അവന്റെ പേര് യേശു. കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അടുത്ത വാക്യം. അതുകൊണ്ട് എല്ലാവരും മരിച്ചെന്ന് കണക്കാക്കണം. എല്ലാവരും മരിച്ചെന്ന് കണക്കാക്കണം. എണ്ണണം എന്നാ പൗലോസിന്റെ ഭാഷ. എണ്ണണം, അങ്ങനെ സമ്മതിക്കണം, അങ്ങനെ ആകണം, മരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടും, സൈലന്റ് ആക്കി പോവുക അവിടെ. അപ്പോ വീണ്ടും ജനിക്കണമെങ്കിലേ മരിക്കണം. ഇതാ പ്രശ്നം, ഇതാണ് പ്രശ്നം. ഈ മരണം ഇവിടെ വരുന്നത് കൊണ്ടാണ് അടക്കം വരുന്നത്. അതുകൊണ്ടാണ് സ്നാനത്തിന് അടക്കമെന്ന് പേര് വന്നത്. അപ്പൊ മരണമാ രക്ഷയോടുകൂടെ സംഭവിക്കുന്നത്, വീണ്ടും ജനനത്തോടുകൂടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു വണ്ടി ഓടിച്ചോണ്ട് പോവുക, എനിക്ക് വഴി അറിയാൻ മേല, ഞാൻ ഇങ്ങനെ കവലയിലെല്ലാം നിർത്തി വഴി ചോദിക്കുക. വണ്ടിക്കും ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ്, ഞാൻ ടയർ മാറുന്നു, അതും ഇതൊക്കെ ചെയ്യുന്നു, വഴി അറിയാൻ മേല. ഞാൻ ഇങ്ങനെ ചോദിച്ച് പോകുമ്പോൾ ഒരു കവല നിർത്തി ഒരാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇനി പോണ വഴിയൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എത്തുകയില്ല, മനുഷ്യരൊന്നും ഇല്ലാത്ത വഴിയാ, താങ്കൾ ഇപ്പുറത്തോട്ട് മാറിയിരിക്കാവോ? മാറിയിരുന്നു. അയാൾ കയറി വണ്ടിയെ ഓടിക്കാൻ തുടങ്ങി. ഇതാ വീണ്ടും ജനനം. നിങ്ങളുടെ ഈ ജീവിതം സ്റ്റിയറിംഗ് അങ്ങ് വിട്ടുകൊടുക്കുക, പക്ഷേ ഇടയ്ക്ക് പിന്നെ ബ്രേക്ക് ചവിട്ടരുത്, ആക്സിലേറ്റർ നിങ്ങൾ കൊടുക്കരുത്. ചിലർ പുറകിലിരുന്ന് വണ്ടി ഓടിക്കും. സ്വതന്ത്രം. ഈ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ വണ്ടിയെ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ വലിയ പാടാണ്. കാരണം ഇവർ ചുമ്മാ ചവിട്ടും അവിടെ ഇവിടെയൊക്കെ. സ്വതന്ത്രം. ഞാൻ ഈ കൊട്ടാരക്കര ഭാഗത്താന്ന് തോന്നുന്നു, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി ഒരു വീട്ടിലോട്ട് ഫുഡ് കഴിക്കാൻ പോവുക. സ്കോർപ്പിയോ ഉണ്ടല്ലോ നാട്ടിലെ രാജവണ്ടി, അതിനകത്താ പോണേ. 2 പിള്ളേരാ ഓടിക്കുന്നത്, കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉണ്ട്, എന്നാലും പിള്ളേരാ, ടീനേജേഴ്സാ. അവരിങ്ങനെ വണ്ടി ഓടിക്കുക. ഞാൻ പറയിരിക്കുക, നല്ല മഴയുണ്ട്, വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറയിലിരുന്നോണ്ട് പറഞ്ഞു, മോനെ ഒന്നും കാണാൻ മേലല്ലോ. ആദ്യം പറഞ്ഞിട്ട് അവൻ വിട്ടിയില്ല. പിള്ളേരല്ലേ, പിള്ളേർക്ക് നമ്മൾ പറയുന്ന അറിയാം, നമുക്ക് വിവരം ഇല്ലെന്ന് അവർക്കറിയാം. പിന്നെ അവർ നല്ല പിള്ളേരായതുകൊണ്ട് ചിരിക്കത്തേ ഉള്ളൂ, കളിയാക്കുകയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, മോനെ ഒന്നും കാണാൻ മേലല്ലോ. ഉടനെ അവൻ എന്നോട് പറയാം, അങ്കിൾ എന്തിനാ കാണുന്നത്? എനിക്കും എല്ലാം മനസ്സിലായി. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല, കാരണം ഞാനല്ലേ വണ്ടി ഓടിക്കുന്നേ, നിങ്ങൾ പുറകിയിരുന്ന് എന്തിനാ കാണുന്നേ? എന്റെ പൊന്നെ, ഇത് ആത്മീയ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്തു. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ കേൾക്കും. ജീവിതം ശരിക്ക് കർത്താവിന് വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? അതോ സ്റ്റിയറിംഗിൽ ഇടയ്ക്കിടയ്ക്ക് കയറി പിടിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ട. ശാശ്വത തുറമുഖത്ത് അവൻ എത്തിക്കും. അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേ ഉള്ള വഴിയിൽ നടത്തി. ഓ ഹല്ലേലൂയ. അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. നിന്റെ ജീവിതത്തിന്റെ വണ്ടി പൂർണ്ണമായിട്ട് യേശുവിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കൊടുക്ക് സഹോദരി. നിന്റെ ജീവിതം എന്ന വണ്ടി പൂർണ്ണമായി യേശുവിനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിക്ക്. യൗവനക്കാരാ, ഏൽപ്പിക്ക്, പേടിക്കണ്ട. ആയുസിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഡോക്ടറുടെ കയ്യിലോട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് ബോധം കെടുത്തിക്കോളാൻ പറയുന്നില്ലേ? ഇല്ലേ? എന്നെ ബോധം കെടുത്തിക്കോ. എന്തൊക്കെയാ കീറിയത്, എന്തൊക്കെയാ ചെയ്തത്, വല്ല പിടിയുണ്ടോ? എന്നാ വിശ്വാസ ഈ ഡോക്ടറെ. ചങ്ക് കുത്തിത്തുറന്ന് ചോര മുഴുവനും നിനക്ക് വേണ്ടി ഊറ്റിത്തന്നവനെ ഈ ജീവിതം ഒന്നങ്ങ് ഏൽപ്പിക്കാൻ പാടില്ലേ? കംപ്ലീറ്റ് ഒന്ന് ഏൽപ്പിക്കാൻ പാടില്ലേ? പൂർണ്ണമായിട്ട് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിക്ക. ഞാൻ മുദ്രപത്രത്തിൽ എഴുതി തരാം, നിന്റെ ജീവിതം ഇടയ്ക്ക് വെച്ച് തകരുകയില്ല, പരാജയപ്പെടുകയില്ല, നിന്റെ തലമുറ നശിക്കുകയില്ല. നിന്നെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരുത്തൻ ജീവിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. എല്ലാവരും മരിക്കണം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ള മീനിങ് പറയാം. ജീവിതം അവസാനിപ്പിക്കുക, ജീവിതം വേറൊരാളെ ഏൽപ്പിക്കുക.
ജീവിതം കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം കർത്താവിനെ ഏൽപ്പിക്കുക. ഇതാ വീണ്ടും ജന്മം, ഇതാ വീണ്ടും ജന്മം. ഇനി ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഇനി ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇതാണ് വീണ്ടും ജനനം, യേശുവിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ആർക്ക് വേണ്ടിയാ കുഞ്ഞെ ജീവിക്കുന്നത്? മകളെ നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? മോനെ നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? യൗവനക്കാരാ നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നിനക്ക് വേണ്ടിയാണോ? നിന്റെ അപ്പന് വേണ്ടിയാണോ? നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണോ? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ? നിന്റെ ഭർത്താവിന് വേണ്ടിയാണോ? ഇതെല്ലാം ചതിയ, ഇതെല്ലാം ചതിയ. യേശുവിന് വേണ്ടി ജീവിക്കുക. യേശുവിന് വേണ്ടി ജീവിച്ചാൽ ഗുണം എന്നാന്നറിയാവോ? പൗലോസ് ഒരു വാക്ക് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരിക്കുന്നത് ലാഭമാകണമെങ്കിൽ ജീവിക്കുന്നത് ക്രിസ്തു ആകണം. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ജീവിക്കാൻ എത്ര പേര് ഇന്ന് രാത്രി തീരുമാനിക്കും? ഹല്ലേലൂയ. എൻ പേർക്ക് ജീവൻ തന്ന നാഥനെ, അങ്ങേക്കായി എന്തു നൽകാൻ കഴിയുമോ? അതാണെന്നാശയേ, അതാണെന്നാഗ്രഹം, എൻ പേർക്ക് ജീവൻ തന്ന നാഥനെ. അതാണെന്നാശയേ, അതാണെന്നാഗ്രഹം, എൻ പേർക്ക് ജീവൻ തന്ന നാഥനെ. ഇന്ന് രാത്രി മനോഹരമായി പ്രയർ കോൺഫറൻസിൽ വെച്ച് കർത്താവിന് വേണ്ടി ജീവിതം കൈമാറാൻ എത്ര പേര് ഇഷ്ടപ്പെടുന്നു? ചിലപ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ട ആളായിരിക്കും, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വീണ്ടും ജനിക്കണം. ഇത് ക്ലിയറായി പറയാതെ പറ്റത്തില്ലാത്തോണ്ടാ പറയുന്നത്. ജീവിതം കർത്താവിനെ ഏൽപ്പിക്കണം, പൂർണ്ണമായിട്ട് ഏൽപ്പിക്കണം. പകുതിയായിട്ട് അവൻ എടുക്കത്തില്ല. പകുതിയായിട്ട് കൊടുക്കുന്നൊന്നും കർത്താവിന് വേണ്ട. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം, സേവിക്കണം. വിശ്വസിക്കാവുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. അവന്റെ കയ്യിലോട്ട് ജീവിതം കൊട. എന്നാ പിന്നെ പേടിക്കണ്ട, എന്നാ പിന്നെ പേടിക്കണ്ട. നിന്നെയും കൂടെ, നിന്റെ മക്കളെയും കൂടെ, നിന്റെ വാഹനത്തെയും കൂടെ പേടിക്കണ്ട. കർത്താവിനെ ഏൽപ്പിക്കാവോ? സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഞാൻ ഈ പഴയ കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കഴിഞ്ഞതിന് മുമ്പിലത്തേക്കല്ല ഒരു പുതിയ കാറ് മേടിച്ചു. എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ പുതിയത് മേടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ തൂത്തും തുടച്ച് ടയർ വരെ തുടച്ചാൽ കൊണ്ടുപോകണതേ. അങ്ങനെ ഒരു കൺവെൻഷന് പോയി. കൺവെൻഷൻ സ്ഥലത്ത് പാർക്കിങ്ങിന് സ്ഥലമില്ല. റോഡ് സൈഡിൽ വണ്ടി ഇട്ടേച്ച് ദൂരെയാണ് യോഗ സ്ഥലത്ത് ചെന്ന് അവിടെ നല്ല പാട്ടാണ് നടക്കുന്നത്. നീ മാത്രം മതി. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് ഈ സാധന ഈ പാട്ട് പാടുമ്പോൾ എല്ലാം ഞാനിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുമ്മാ പിടിക്കുന്നുണ്ടെങ്കിലും കാറെ കൂടെ കല്ലെടുത്ത് ഇങ്ങനെ ഉരയ്ക്കുന്ന പോലെ മനസ്സിൽ തോന്നുക. പിള്ളേര് നാട്ടിലങ്ങനെ ഒരു പണിയുണ്ട്. പുതിയ കാറ് കണ്ട കല്ലെടുത്ത് ട്രെന്നിങ്ങനെ കാണിക്കും. നമ്മുടെ ചങ്കിനകത്തോടെ അന്നേരം അത് പോണത്. അപ്പൊ ഇവര് പാട്ട് പാടി ഇങ്ങനെ ആരാധിക്കുമ്പോൾ നമ്മൾ കല്ലുരയ്ക്കുക. ഇഷ്ടം പോലെ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് വിഷമിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പാട്ട് കഴിയുമല്ലോ, സമയമുണ്ടല്ലോ, 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. ഞാൻ ഇറങ്ങി കാറിന്റെ പരിസരത്തോടെ നടന്നു. ആരും വരയ്ക്കുന്നില്ല കേട്ടോ, ആരും വരയ്ക്കുന്നില്ല. നമുക്ക് തോന്നുന്ന നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ് ഇത്. ഞാൻ അവിടെ നിന്നോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ ഇന്ന് പ്രസംഗിക്കണമല്ലോ. അപ്പൊ കർത്താവിനോട് പറയാ, ഒന്നെങ്കിൽ നീ ഇവിടെ നിന്ന് കാറ് നോക്ക്, ആരാരെങ്കിലും പ്രസംഗിച്ചോളൂ. ഇല്ലെങ്കിൽ നീ പ്രസംഗിക്ക്, കാർ ഞാൻ നോക്കാം. പക്ഷെ എന്നെ വിശ്വാസമുണ്ടോ? നമ്മൾ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടിക്കുക. പക്ഷെ നമുക്ക് വിശ്വാസം ഇല്ല. സത്യമാണല്ലോ നമ്മൾ ഈ പറയേണ്ടത്, അതാ സത്യം. അങ്ങനെ അന്ന് ഞാൻ കാർ ഏൽപ്പിച്ചു. പിന്നെ എത്ര കാലം കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ ഏൽപ്പിച്ചെന്നറിയാമോ? പിള്ളേരെ ഇങ്ങനെ വല്ലതും പറ്റുമോ നോക്കി പുറകെ നടക്കുമായിരുന്നു. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, നീ എവിടം വരെ നോക്കും, എത്ര കൊല്ലം നോക്കും? ഇത് എൻ്റെ ഇത്താ, ഞാൻ ഏറ്റു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. ഞാനിവിടെ നിന്ന് വലിയ കടിച്ചാ പൊട്ടാത്ത കുറെ സംസ്കൃതമൊക്കെ അടിച്ചു വിട്ടാലോ, എന്നാ പ്രസംഗമായിരുന്നു, പുള്ളി വെള്ളം പോലും കുടിച്ചില്ല. ഇത് വല്ലതും കൊണ്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ അകത്ത് ഈ സാധനം കയറണ്ടേ? നീ ജീവിതം മുഴുവനായിട്ടൊന്ന് കർത്താവിന് കൊടുത്തിട്ടുണ്ടോ സഹോദര? ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ടെ. എൻ പേർക്കേശു മാരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു,
എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കണ്ണുകളടച്ച് ഈ വരികൾ എന്നോടുകൂടെ ചേർന്ന് പാടിയാട്ടെ. പറ്റുമെങ്കിൽ കൈ ദൈവത്തിൽ ഉയർത്തി പിടിച്ചോണ്ട്. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഇമ്മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. ഇമ്മാനുവേൽ താൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. പാപക്കറ നീങ്ങുമതിൽ മുങ്ങിത്തീർന്നാലാരു. പാപക്കറ നീങ്ങുമതിൽ മുങ്ങിത്തീർന്നാലാരു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഈ തീരുമാനമെടുത്തുകൊണ്ട് ഈ തീരുമാനം അന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇങ്ങനെ ഇതിനു മുമ്പ് തീരുമാനമെടുത്തവരാണ് ഭൂരിഭാഗം പേരും. എങ്കിലും നിങ്ങൾക്കൊരു ധൈര്യത്തിന് വേണ്ടി പറയുക, നിങ്ങൾ ഇങ്ങനെ ഒരു സമർപ്പണം ചെയ്തില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ രാത്രിയാ. നിങ്ങൾക്ക് വേണ്ടി ദൈവം കുറിച്ചു വെച്ച ദിവസമാണിത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്ന രാത്രിയാണിത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത അവകാശത്തിലേക്ക് ഇന്ന് രാത്രി നിന്നെ പ്രവേശിപ്പിക്കുന്ന ദിനമാണ്. ഹല്ലേലൂയ! നിന്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നു. നിന്റെ തലയിൽ പിശാച് കെട്ടിവെച്ച ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്നു. രോഗസൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞ കർത്താവിനോട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവായ യേശുവേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയുടെ മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ജീവിതം ഇന്നു മുതൽ യേശുവിനായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി ശക്തിയോടെ 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങളുടെ എഴുതി വെക്കണം, ഇന്നാ വീണ്ടും ജനിച്ചതെന്ന്. ഈ തീരുമാനം ഇന്നെടുത്തവരൊക്കെ എഴുതി വെക്കണം. നിങ്ങള് ക്രിസ്ത്യാനിറ്റിയുടെ 3 ലെവല് പറയാം, എന്നിട്ടാ നിർത്തുന്നേ. ഫസ്റ്റ് ലെവൽ എന്നാന്നറിയോ? യേശുവിനാലുള്ള ജീവിതം. സെക്കൻഡ് ലെവൽ യേശുവിനായുള്ള ജീവിതം.
തേർഡ് ലെവൽ, യേശു ജീവിക്കുന്ന ജീവിതം. ഒന്നാമത്തെ ലെവലിന് ബാക്കി ഒന്നല്ല, 100 ഉണ്ട്. രക്തസ്രാവക്കാരത്തി സ്ത്രീ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. അവൾ യേശുവിനാൽ ജീവിക്കുക. സ്തോത്രം, സ്തോത്രം. ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി. അവൻ ശവക്കോട്ടയിൽ നിന്ന് തിരിച്ചു വീട്ടിൽ വന്നു. അവൻ പറയും, യേശുവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അവൻ യേശുവിനാൽ ജീവിക്കുന്നു, അഥവാ യേശുവിനെ കൊണ്ട് ജീവിക്കുന്നു. സ്തോത്രം. നയീനിലെ വിധവെ മോനും യേശു ഇല്ലെങ്കിൽ ജീവിക്കുകയില്ല, യേശുവിനാൽ ജീവിക്കുക. ലോകത്തിലുള്ള എല്ലാവരും യേശുവിനാൽ ജീവിക്കുക. രോഗസൗഖ്യം, സമാധാനം, കുടുംബജീവിതം, ജോലി, ബിസിനസ്, സമ്പത്ത്, യേശുവിനാൽ ജീവിക്കുക. യേശുവിനെ കൊണ്ട് ജീവിക്കുക. അത് തെറ്റാണോ? ഒരു തെറ്റുമല്ല. കാരണം യേശു സൗഖ്യം തരും, സമാധാനം തരും, ആരോഗ്യം തരും, സമ്പത്ത് തരും, സൗഭാഗ്യം തരും, സന്തോഷം തരും. എല്ലാം തരാത്ത എല്ലാം തരും. നരകം ഒഴിച്ച് എല്ലാം തരും. യേശു എല്ലാം തരും. പക്ഷെ അത് പോരാട്ടോ. സെക്കൻഡ് ലെവൽ, യേശുവിനായി ജീവിക്കുക. അതാണ് 2 കൊരിന്ത്യർ 5:14-15. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് ജീവിക്കണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നു. അത് അടുത്തതാ. 3ാമത്തെ ലെവലിലേക്ക് കയറുക. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഈ 3ാമത്തെ ലെവല് പഠിപ്പിക്കുന്നേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കുറ്റം പഠിപ്പിക്കുന്നവരുടെ അല്ല, പഠിക്കാൻ ആളില്ലല്ലോ. യേശുവിനാലുള്ള ജീവിതം തന്നെ മതി ആളുകൾക്ക്. മിക്ക പ്രസംഗത്തിലും മിക്ക മീറ്റിങ്ങിലും അതേ നടക്കുന്നുള്ളൂ. മറ്റേ ലെവല് പറയാൻ നേരമില്ല. അപ്പോഴത്തേനും സമയം പോയി. ആരുടെയും കുറ്റമല്ല. ഒരു യോഗത്തിന് നമ്മൾ ഓടിക്കതച്ച് ചെന്നാൽ 45 മിനിറ്റ് 50 മിനിറ്റ് കിട്ടും. അപ്പോഴത്തേനും ഇനി ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നതെന്ന് അതങ്ങനെ ചാടിക്കേറി പറയാവുന്ന മെസ്സേജ് അല്ല. യേശുവിനെ കൊണ്ട് ജീവിക്കുന്ന കാര്യമേ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം യേശു അങ്ങനെയായിരുന്നല്ലോ. വിശന്നവർക്ക് ആദ്യം അപ്പം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പം കൊടുത്തപ്പം 5000 പേരുണ്ടായിരുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ 5 പേരായിട്ട് ചുരുങ്ങി. എന്നാലും കുഴപ്പമില്ല, കർത്താവ് അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. 3ാമത്തേത് വാക്യം എഴുതി വെച്ചോണം. 1ാമത്തേതിന് മർക്കോസ് 4-5 അധ്യായം എഴുതിക്കോ. യേശുവിനാലുള്ള ജീവിതം. 2ാമത്തേത് യേശുവിനായി ഉള്ള ജീവിതം, അഥവാ യേശുവിന് വേണ്ടിയുള്ള ജീവിതം. അത് 2 കൊരിന്ത്യർ 5:14-15. 3ാമത്തേത് യേശു എന്നിൽ ജീവിക്കുന്ന ജീവിതം. അത് ഗലാത്യർ 2:20. വാക്യം നമുക്കറിയാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ 3ാമത്തെ ലെവലിലേക്ക് വന്നാലേ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിലെത്തുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു എന്നിൽ ജീവിക്കാൻ ഞാൻ എന്നാ ചെയ്യണം? ഞാൻ ഒന്നും ചെയ്യല്ല, ഞാനല്ല, ഞാനില്ല. ഒന്ന് ചേർന്ന് പറയാവോ? ഞാനല്ല, ഞാനില്ല, യേശു അത്രേ. ഇന്ന് സമർപ്പണം ചെയ്തവരോ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നവരോ അഭിഷിക്തന്മാർ എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അല്പം മിനിറ്റുകൾ തരിക. അവിടെ ദൈവദാസന്മാരുണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്ന് നടന്ന് മുമ്പോട്ട് വരാമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. യേശുക്രിസ്തു ഇന്ന് രാത്രിയിലും രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു ഇന്ന് രാത്രിയിലും ബന്ധനങ്ങളെ അഴിക്കുന്നു. യേശുക്രിസ്തു ഇന്ന് രാത്രിയിലും ശാപങ്ങളെ മാറ്റുന്നു.
ഇന്ന് രാത്രിയിലും കർത്താവ് ബന്ധനത്തിൽ ഇരിക്കുന്നവരെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വേഗം നടന്ന് മുമ്പോട്ട് വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടുകയും ചെയ്യാം. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പോരാടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ കേട്ട ഈ ദൈവവചനം പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പ്രാർത്ഥനാ മനുഷ്യൻ ഉണർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായും പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. നിങ്ങളുടെ ഏത് പ്രാർത്ഥന വിഷയമായാലും മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ പോരാടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും എന്നോട് ചേർന്ന് കണ്ണുകളെ അടയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയം നല്ല പിതാവ്, ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായ നിലയിൽ ക്രിയ ചെയ്തതിനാൽ സ്തോത്രം. അവരുടെ ഉറങ്ങിക്കിടന്ന പ്രാർത്ഥനാനുഭവങ്ങളെ ഉണർത്തുവാനിടയായി പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പുതിയ തലമുറയായി മാറുവാൻ അവരെടുത്ത തീരുമാനങ്ങൾക്കായി സ്തോത്രം. ഇപ്പോൾ ഈ നിമിഷം ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കുന്നതിനാൽ സ്തോത്രം. പുതുവഴികൾ തുറന്നു വരട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ പോരാടുവാൻ അവരെ സഹായിക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ